ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ മൂവി റിവ്യൂ കേസ്. അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കുറച്ചധികം സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ DSERA എന്ന് പറയുന്ന മൂവി, നമ്മുടെ പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന മൂവി കണ്ടിട്ട് നമ്മൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ. രാഹുൽ സദാശിവനാണ് മൂവി ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പുള്ളി തന്നെയാണ് സ്റ്റോറി എഴുതിയേക്കുന്നതും. അപ്പം DSERA മൂവി ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു മൂവി നൈറ്റ് ഷോയ്ക്ക് റിലീസ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് നൈറ്റ് ഷോയ്ക്ക് അവർ റിലീസ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ആഗ്രഹമായിരുന്നു. ഫൈനലി ഐ നോ ദ ആൻസർ. എന്തുകൊണ്ടാണ് അവർ നൈറ്റ് ഷോ തന്നെ അവർ സെലക്ട് ചെയ്തതെന്ന്. എൻ്റെ പൊന്നടാവേ, കുറേ നാൾക്ക് ശേഷം എന്താ പറയുക, പേടിപ്പിക്കുന്ന കുറച്ചധികം എലമെൻസുകളുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്തു. കിടുക്കാൻ അത് നിങ്ങൾ നല്ല വെടിച്ചില് തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണും. നല്ല കിടുക്കനായിട്ടുള്ളൊരു തിയേറ്ററിൽ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ വർത്തായിരിക്കും. അത് രാഹുൽ സദാശിവൻ ഈ പുള്ളിക്കാരന് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് സ്റ്റോറീസ് എവിടെ നിന്ന് കിട്ടുന്നത്? ഭൂതകാലം, ബ്രഹ്മയുഗം, ഇപ്പം നല്ല DSERA, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പുള്ളി ഇതെങ്ങനെ തപ്പിയെടുക്കും? ഇത് ആക്ച്വലി കുറച്ചൊക്കെ ഇതിൻ്റെ എലമെൻറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ്. പ്രണവ് മോഹൻലാൽ ഒരു രക്ഷയില്ല, പുള്ളിയുടെ പെർഫോമൻസൊക്കെ നൈസാണ്. ഇതിനകത്ത് ആക്ച്വലി ഒരു 4-5 ക്യാരക്ടേഴ്സേ ഉള്ളൂ ഇതിനകത്ത്. എന്താ പറയുക, മെയിനായിട്ട് വന്ന് പോകുന്നത്. ബാക്കി എല്ലാവരും ചെറിയ 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 സൈഡ് റോളും കാര്യങ്ങളൊക്കെയാണ്. പറയുകയാണെങ്കിൽ പ്രണവ് മോഹൻലാൽ, പിന്നെ ജിബിൻ ഗോപിനാഥ്, ജയ കുറുപ്പ്, അരുൺ അജിത് കുമാർ, മനോഹരി ജോയ്, ഇങ്ങനെ കുറച്ചധികം ആൾക്കാരേ ഉള്ളൂ. 2, 4, 5 പേര്. ഞാൻ പറഞ്ഞ 5 ക്യാരക്ടേഴ്സേ ഉള്ളൂ മെയിനായിട്ട് പോകുന്നത്. ബാക്കി എല്ലാവരും ചെറിയ 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 റോളിൽ പോകുന്ന ആൾക്കാരാണ്. എടുത്തു പറയേണ്ടത് ഈ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി. ഷെഹനാസ് ജലാലും മച്ചാനെ, ഹാറ്റ്സ് ഓഫ് ബ്രോ, ഹാറ്റ്സ് ഓഫ്. കാരണം എജ്ജാതി സിനിമാറ്റോഗ്രാഫി. പിന്നെ അതുപോലെ മ്യൂസിക്, ക്രിസ്റ്റോ സേവിയർ, നൈസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ ആ ഒരു മൂഡിനെ അങ്ങ് എലവേറ്റ് ചെയ്ത്, അതായത് ആ ഒരു പേടിപ്പിക്കുന്ന ഒരു സീനൊക്കെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് പേടി ഉണ്ടാക്കുന്ന ഒരു സീനൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെ അങ്ങ് എലവേറ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകുന്ന രീതിക്കുള്ള നല്ല കിടുക്കൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ. ഒരു ഇൻട്രോയിൽ കൊണ്ട് നിർത്തുന്ന ഒരു സാധനമുണ്ട്. ഒയ്യോ, ശരിക്കും ഞാൻ ചില സീൻസൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഓ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇത് നമുക്ക് ഉണ്ടാവുകയും, ചില സീൻ വരുമ്പോൾ കണ്ണ് പൊത്തിപ്പോവുകയും ചെവി പൊത്തിപ്പോവുകയും അങ്ങനെയൊക്കെ ഉണ്ടാകും. കുറച്ച് ലേഡീസൊക്കെ ഞാനായിരുന്നു സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര കൂലും കാര്യങ്ങളും ആയിരുന്നു ഓരോ സീനൊക്കെ വരുമ്പോൾ. പിന്നെ എക്സ്പെഷ്യലി ഞാൻ പറയാനുള്ളൊരു കാര്യം, പിള്ളേരെ കൊണ്ട് പോകാതിരിക്കുക മാക്സിമം ഈ പടം കാണാനായിട്ട്. കാരണം ശരിക്കും പിള്ളേർ പേടിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രണവിൻ്റെ നല്ലൊരു പെർഫോമൻസ് ഇതിനകത്ത് കാണാം. പിന്നെ ഇതിനകത്തൊരു ക്യാമിയോ റോളുണ്ട്. ക്യാമിയോ റോള് അത് നല്ലൊരു ക്യാമിയോ റോളാണ്. നിങ്ങൾ പടം കാണുമ്പോൾ അറിഞ്ഞാൽ മതി അത് ആരാ, എന്താ, ഏതാ, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ക്യാമിയോ ഒന്നും ഈ പടത്തിനകത്തില്ല. ഞാനും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഞാനും ഇതുപോലെ കുറേ റൂമേഴ്സൊക്കെ കേട്ടായിരുന്നു. പല DPകളും ഒക്കെ ഞാനും ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, അതങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കുമെന്ന്. എനിവേ അതൊന്നും ഇല്ല ഇതിനകത്ത്. വേറെ ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ എന്തിനാണെന്ന് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. എനിവേ പെർഫോമൻസ് വൈസ് ഹാറ്റ്സ് ഓഫ്. ഇതിൻ്റെ ഒരു മേക്കിംഗ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം എല്ലാം പൊളിച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ OTT ആവാനോ അല്ലെന്നുണ്ടെങ്കിൽ വാട്ടെവർ എനി കൈൻഡ് ഓഫ് പ്രിൻറ്റുകൾ ചെറിയ സ്ക്രീനിൽ കാണാതിരിക്കുക. മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല കിടുക്കൻ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ അതുപോലെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് അയ്യോ എന്നുള്ള രീതിക്ക് നമ്മൾ തലയ്ക്ക് കൈവച്ച് പോകുന്നു, നമ്മളിങ്ങനെ ഞെട്ടിത്തിരിക്കുന്നതായിട്ടുള്ള കുറേ സീൻസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. വൺ എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്റർ. നിങ്ങൾ മിസ്സാക്കില്ല, തിയേറ്റർ തന്നെ കാണുക. ഗൈസ്, അപ്പോൾ അതാണ് DSERA എന്ന് പറയുന്ന ഈ മൂവിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതുവരെ DSERA എന്നായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് തിയേറ്ററിൽ പോയപ്പോഴാണ് അതിൻ്റെ ഒരു മലയാളം ഫോണ്ട് ഞാൻ കണ്ടത്. DSERA എന്നാണ്. യെസ് ഗൈസ്, അപ്പോൾ അതാണ് എനിക്ക് DSERA എന്ന് പറയുന്ന മൂവിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. പറഞ്ഞ കാര്യം മറക്കണ്ട, മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അതിലുള്ള ഗൈസ്, ടാറ്റാ, ബൈ.